കൃഷി ചെയ്ത് അതിന് നല്ലൊരു വിപണി കണ്ടെത്തി ഒരു വരുമാന മാർഗം കൂടെ ഉറപ്പിച്ചിരിക്കുകയാണ് എൽദോസ്. അപ്പോൾ എന്റെ പേര് രാഘവ്. വെള്ളയും പിങ്ക് നിറത്തിലുള്ള താമരയാണ് രാഷ്ട്രപതി ഭവന്റെ കോർട്ടേഴ്സിൽ ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്നത്. ആ താമര കൊണ്ടുപോയത് ഉത്തരേന്ത്യയിൽ ഒരുപാട് സ്ഥലത്തും താമര കിട്ടുമെങ്കിലും ഡൽഹിയിൽ നിന്ന് പോലും താമര കിട്ടുമെങ്കിലും ആ താമര പോയത് നമ്മുടെ നാട്ടിൽ നിന്നാണ്, നമ്മുടെ എറണാകുളത്ത് നിന്നാണ്. ആ താമരയുടെ വിത്ത് അയച്ചു കൊടുത്താലാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത്. എങ്ങനെ എത്തി ജീവിത ശൈലിയും സംസ്കാരവുമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. കൃഷി സംബന്ധമായ വളരെയേറെ സാധ്യതകളുള്ള ജലസസ്യ വിപണിയെ കുറിച്ചാണ്. കോവിഡ് സമയത്ത് ഓൺലൈൻ വഴി താമരച്ചെടി വിപണനം നടത്തുന്ന യുവ കർഷകനും സംരംഭകനുമായ എൽദോസ് രാജുവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ രാജ് ഫ്ലോറൽസ്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾ ഇതിൻ്റെ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം എൻ്റെ ഈ ഒരു ചെറിയ ഉദ്യമത്തെ ഒരുപാട് പേർ പ്രശംസിക്കുകയും ആശംസിക്കുകയും അനുമോദനങ്ങളുമൊക്കെ കിട്ടിയിരുന്ന ഒരു വർഷമായിരുന്നു. ഇന്ത്യയിൽ തന്നെ പല ന്യൂസ് പേപ്പറുകളിൽ, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ന്യൂസ് പേപ്പറുകളിൽ, പിന്നെ പല യൂട്യൂബ് ചാനലുകളിൽ, അതിലെല്ലാം തന്നെ എൻ്റെ ഈ താമര കൃഷിയെപ്പറ്റി ഫീച്ചർ വന്നിരുന്നു. അത് നിങ്ങൾ പലരും കണ്ടിരുന്നിട്ടുണ്ടാകും. അത് തന്നെ എനിക്ക് ഈ ഒരു ഉദ്യമത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഫാമിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ എനിക്ക് ഒരുപാട് ഊർജം തന്ന ഒരു കാര്യമായിരുന്നു. സമൂഹത്തിൻ്റെ പല മേഖലയിലുള്ള ആളുകൾ വിളിക്കുകയും അഭിനന്ദിക്കുകയും എല്ലാം ചെയ്തെങ്കിൽ പോലും എല്ലാവർക്കും അറിയേണ്ട ഒരു വിഷയം, ഇതിൽ നിന്ന് ഉള്ള വരുമാനം, നമുക്ക് ഈ ഒരു താമര കൃഷിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിനെപ്പറ്റിയുള്ള കുറച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ചില പോസിറ്റീവ് വശങ്ങളുമുണ്ട്, നെഗറ്റീവ് വശങ്ങളുമുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് വശം എന്താണെന്ന് ആദ്യം നോക്കാം. ഇന്ന് താമരകൾക്ക് നല്ല മാർക്കറ്റുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലരും ഇന്ന് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വീട് പരിപാലിക്കാനും പൂന്തോട്ടം നോക്കാനും എല്ലാം സമയമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു താമര വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ഒരു ബാൽക്കണിയിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് വെക്കണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഹൈബ്രിഡ് താമരകളും അവൈലബിളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് മോഹവില കൊടുത്തും അത് മേടിക്കുവാനുള്ള താല്പര്യം അവർ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു നല്ല വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ താമരകൾക്ക് ഇത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ഒരു ദിവസം ഒരു 1-2 കിഴങ്ങ് വിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു മാസം നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു വരുമാനം കിട്ടും. പക്ഷേ ഇതുകൊണ്ട് നിങ്ങളൊരു കോടീശ്വരനാവാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് ഉത്തരം തരാൻ പറ്റില്ല. നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. പക്ഷേ തിരക്കേടില്ലാത്ത അല്ലെങ്കിൽ തെറ്റില്ലാത്ത ഒരു വരുമാനം നമുക്ക് ഒരു മാസം ഇതിൽ നിന്ന് ലഭിക്കും. ഇനി മറ്റു കൃഷികളെ പോലെ ഒരുപാട് സ്ഥലം ഇതിനാവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസിലാണെങ്കിൽ പോലും നമുക്ക് ഇത് വളർത്താം. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ചെറിയ പാത്രങ്ങളിൽ നട്ടു വളർത്തി അതിൽ നിന്ന് കിഴങ്ങെടുത്ത് വിൽക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, വലിയ മഴ അല്ലെങ്കിൽ വലിയ വേനൽ അല്ലെങ്കിൽ രോഗകീടബാധകൾ, ഇതൊന്നും അങ്ങനെ താമരകളെ എഫക്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല നിലവിൽ. ഇനിയിപ്പോൾ നാളെ എങ്ങനെയാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇതൊരു സേഫ് ആയിട്ടുള്ള ഒരു ചെറിയ കൃഷി എന്ന് വേണമെങ്കിൽ എൻ്റെ അനുമാനത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. പിന്നെ ഇതിന് മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങി അലഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് പാക്ക് ചെയ്ത് അയക്കുവാനും ഈ പറയുന്ന വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നൊരു കാര്യം, നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട് താമരകൾക്ക്. അങ്ങനെയും നമുക്കിത് സെയിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഓരോ വെറൈറ്റികളും കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കണമെന്നില്ല. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയായിരിക്കും താമര നടുന്നത്.
ഒരുപാട് വില കൊടുത്ത് 2000, 3000, 4000 രൂപ കൊടുത്തായിരിക്കും നമ്മൾ കിഴങ്ങ് മേടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവും, 4 മാസം 5 മാസം കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് ലാഭം കിട്ടും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ നടും. നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യമില്ല എങ്കിൽ ഒരുപക്ഷെ ആ കിഴങ്ങ് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ ഈ 4 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ കിഴങ്ങുണ്ടാകത്തില്ല, റണ്ണർ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതൊരു വലിയ നെഗറ്റീവ് വശം തന്നെയാണ് ഈ താമര കൃഷിയിൽ. ഇന്ന് ഒരുപാട് പേര് ഈ കൃഷി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മത്സരബുദ്ധിയും കൂടി തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ വില നിർണ്ണയം ഒരു വലിയ ഘടകമായി മാറിയിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു 1000 രൂപ കൊടുത്തൊരു കിഴങ്ങ് മേടിക്കുന്നു. ആ കിഴങ്ങ് നമ്മൾ നട്ടു, 3-4 മാസം കഴിഞ്ഞ് നമ്മളതിൻ്റെ കിഴങ്ങെടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ സെയിൽ ചെയ്യാൻ നോക്കുമ്പോൾ ഈ 1000 രൂപയ്ക്ക് മേടിച്ച കിഴങ്ങിൻ്റെ വില ആ സമയത്ത് ഒരുപക്ഷെ 300 രൂപയോ 350 രൂപയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടബിൽ നിന്നൊരു 3 കിഴങ്ങ് കിട്ടിയാൽ പോലും നിങ്ങൾ മേടിച്ച ആ വില വരുന്നില്ല. നിങ്ങളുടെ ഈ 4 മാസത്തെ അധ്വാനത്തിന് പോലും ആ ഒരു വില അല്ലെങ്കിൽ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ താമര മേടിക്കുന്നു, നടുന്നു, അതിൽ നിന്ന് 4 മാസം 5 മാസം കഴിയുമ്പോൾ ഒരു 4-5 കിഴങ്ങുകൾ ലഭിക്കുന്നു. ഈ കിഴങ്ങുകൾ എങ്ങനെ വിറ്റഴിക്കാം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതില്ല എങ്കിൽ ഈ താമരക്കിഴങ്ങുകൾ ദിവസം ചെല്ലുന്തോറും അത് വെള്ളത്തിൽ കിടന്ന് അതിൽ മുള വരികയും പിന്നെ നിങ്ങൾക്കത് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെ സംഭവിക്കുകയാണ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ താമരകളെ പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാതെ അല്ലെങ്കിൽ അത് അറിയില്ലാതെ ഈ കൃഷിയിലേക്ക് ഇറങ്ങി പുറപ്പെടരുത്. കാരണം താമരകളെ പറ്റി അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ തോതിൽ താമരകൾ വാങ്ങി അത് വളർത്തി അതിൻ്റെ മാറ്റങ്ങൾ, അതിൻ്റെ ബിഹേവിയർ എല്ലാം പഠിച്ച് അതിലുണ്ടാകുന്ന പൂ എങ്ങനെയാണ് വരിക, ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അത് സെയിൽ ചെയ്യുവാനോ അതിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ താമരകളെ പറ്റി പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പൈസ മാത്രം നമ്മൾ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫെയിലിയർ ആയിരിക്കും ഉണ്ടാവുക. ഇന്ന് കേരളം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ഗാർഡനിങ് ഇൻഡസ്ട്രീസ് ഉള്ള സംസ്ഥാനമാണ്. പൂനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രെൻഡ് അനുസരിച്ചാണ് ആളുകൾ ചെടികൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു സമയത്ത് ഓർക്കിഡായിരുന്നു, പിന്നെ അത് 10 മണി ചെടിയായി, പിന്നെ അത് ആന്തൂറിയമായി, ഇപ്പോൾ ദേ താമര വന്നി നിൽക്കുന്നു. ഒരു 2 വർഷം കഴിയുമ്പോൾ വീണ്ടും താമര മാറി വേറെ ഏതെങ്കിലും ഒരു ചെടി വരാം. അപ്പോൾ നമ്മൾ ഇതിൽ മാത്രം വരുമാനം കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒരുപക്ഷെ നമുക്കത് നിരാശപ്പെടേണ്ടി വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ താമര കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. കാരണം ഇപ്പോഴുള്ള ഈ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു മാർക്കറ്റ് ഈ ഒരു സീസൺ ആയതുകൊണ്ടായിരിക്കാം. ഈ ഒരു കൊറോണ അല്ലെങ്കിൽ ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും വീട്ടിലിരിക്കുന്നു. അവർക്ക് വീട് പരിപാലിക്കാനും അതുപോലെ ഗാർഡനിങ്ങിനും എല്ലാം സമയം കണ്ടെത്താനാകുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു അവസ്ഥ മാറും. വരും കാലങ്ങളിൽ താമരകളിൽ നിന്ന് ഇതേ രീതിയിലുള്ള വരുമാനം നമുക്ക് ലഭിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കോർ കോമ്പിറ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ കഴിവുകൾ എന്താണോ അതിനെ തിരിച്ചറിയുക, അതിനെ പരിപോഷിപ്പിക്കുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ചിലർ നല്ലപോലെ പെയിൻറ്റ് ചെയ്യുന്നവരായിരിക്കും, ചിലർ നല്ലപോലെ കുക്ക് ചെയ്യുന്നവരായിരിക്കും, ചിലർ നല്ലപോലെ വാഹനങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കുകളായിരിക്കും. അപ്പോൾ എന്താണോ നിങ്ങളുടെ കഴിവ് അതിനെ നല്ലപോലെ നിങ്ങൾ പരിപോഷിപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്ന കൃഷി താമര ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന കൃഷി നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക. നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് നിങ്ങളുടേതായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുക. അത് മറ്റുള്ളവരെ അനുകരിക്കാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണെങ്കിലും വിജയം സുനിശ്ചിതമാണ്. പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചു തരുവാനായിട്ട് ഈ പ്രപഞ്ചം തന്നെ നിഗൂഢ നീക്കങ്ങൾ നടത്തും. നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക, ബാക്കിയെല്ലാം നിങ്ങളെ ഫോളോ ചെയ്തോളും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകൾ ചെയ്യുക.